അടുത്തിടെയായിട്ട് എൻ്റെ ഒരു ഫ്രൈഡേ ഈവനിങ് അല്ലെങ്കിൽ ഒരു വീക്കെൻഡ് സ്റ്റാർട്ട് ചെയ്യുന്നത് വെള്ളിയാഴ്ച വൈകിട്ട് എന്തെങ്കിലും ഒരു സാധനം സ്പെഷ്യലായിട്ട് ഉണ്ടാക്കി ഒരു സിനിമയൊക്കെ കണ്ട്, അത് പുതിയതോ പഴയതോ ഏതെങ്കിലും അങ്ങനെയാണ്. ആ ഒരു സ്റ്റാർട്ടിങ് എനിക്ക് അടിപൊളിയായിട്ട് തോന്നിയിട്ടുണ്ട്. കുറച്ച് ദിവസം മുമ്പ് ഒരു ചിക്കൻ ടിക്കയുടെ വീഡിയോ കണ്ടപ്പോൾ ഒരു ആഗ്രഹം തോന്നിയിരുന്നു, എങ്കിൽ നമുക്കൊരു ചിക്കൻ ടിക്ക ആക്കാം. അല്ലറ ചില്ലറ സാധനങ്ങളൊക്കെ നമ്മുടെ കയ്യിലുണ്ട്, പക്ഷെ കുറച്ച് സാധനം മിസ്സിംഗ് ഉണ്ട്. അത് വഴിയെ നമുക്ക് സംഘടിപ്പിക്കാം. നിലവിൽ നമ്മുടെ കയ്യിൽ ഒരു ചിക്കൻ ബ്രസ്റ്റ് ഇരിപ്പുണ്ടായിരുന്നു. അപ്പോൾ നമുക്കത് എടുത്തിട്ട് ചെറിയ ക്യൂബ്സ് ആയിട്ട് കട്ട് ചെയ്ത് മാറ്റി വെക്കാം. ഒരിക്കൽ കിസൈസിൽ നിന്ന് കഴിച്ച ഒരു ചിക്കൻ ടിക്ക ഉണ്ട്, ഒരു നോർത്ത് ഇന്ത്യൻ റെസ്റ്റോറൻറ്റിൽ നിന്ന്. ആ ഒരു രുചി ആണ് എൻ്റെ മനസ്സിലും നാവിലും ഒക്കെ. അത് തന്നെ കിട്ടുമെന്ന് കണ്ടറിയണം കോശി. ഞാനിത് ആദ്യമായിട്ടാണ് ചെയ്തു നോക്കുന്നത്. വലിയ കുഴപ്പമുണ്ടാവത്തില്ലെന്ന പ്രതീക്ഷയിൽ നമുക്കത് ചെയ്തു നോക്കാം. അങ്ങനെ ആ ചിക്കൻ ബ്രസ്റ്റ് ഞാൻ ചെറിയ പീസസ് ആയിട്ട്, അതായത് ക്യൂബ്സ് ആയിട്ട് കട്ട് ചെയ്ത് അത് നന്നായിട്ട് കഴുകി മാറ്റി വെച്ചു. അതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി ചതച്ചതും നാരങ്ങ നീരും ഉപ്പും ആദ്യം ആഡ് ചെയ്ത് അത് നന്നായിട്ട് പെരട്ടി വെച്ചു. ഇതാണ് ഫസ്റ്റ് പരിപാടി. ഇത് നന്നായിട്ട് ചിക്കനിൽ പിടിച്ചു കഴിയുമ്പോൾ നമുക്ക് ചിക്കന് വേണ്ടിയിട്ടുള്ള മറ്റൊരു മസാല തയ്യാറാക്കണം. ഇനി നമുക്കൊരു ബൗൾ എടുത്ത് അതിലേക്ക് കുറച്ച് യോഗേർട്ട് ഇട്ട് കൊടുക്കാം. ഞാൻ ഏകദേശം ഒരു 2 സ്പൂൺ യോഗേർട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് കുറച്ച് പൊടിപടലങ്ങളെ വാരി വലിച്ച്, ആരൊക്കെയാണവർ? മുളക് പൊടി, മഞ്ഞപ്പൊടി, മസാലപ്പൊടി അധികം വേണ്ട, ഒരു ശകലം മതി. ഒരു ശകലം പെരുംജീരകം, പക്ഷെ ഇച്ചിരി പൊടിക്ക് കൂടുതൽ ചെറിയ ജീരകം. കാരണം എന്തൊക്കെ മറന്നാലും ചിക്കൻ ടിക്ക ഉണ്ടാക്കുമ്പോൾ നമ്മൾ ചിക്കനെയും ചെറിയ ജീരകത്തെയും പിന്നെ കസൂരി മേത്തിയെയും മറക്കരുത്. ഈ 3 സാധനവും പ്ലസ് തൈരും ഇതിൻ്റെ ഒരു ടേസ്റ്റിന് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്, പ്രത്യേകിച്ച് ഈ ചെറിയ ജീരകം. ഐ മീൻ ദാറ്റ് ഒതൻറ്റിക് ടേസ്റ്റ്. അപ്പോഴും എൻ്റെ മനസ്സിൽ പറയുന്നുണ്ട്, ഇതൊക്കെ ഇട്ടിട്ടും മറ്റേതിൻ്റെ പരിയം പുറത്തെങ്കിലും വരുമോന്ന്. ഇനി എല്ലാത്തിനെയും കൂടെ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. ഈ ഏകദേശം കളറൊക്കെ റെഡി ആയിട്ട് വരുന്നുണ്ട്, പ്രതീക്ഷ വർദ്ധിച്ചിട്ടുണ്ടെന്ന് അർത്ഥം. അങ്ങനെ ചിക്കനും ഇട്ട് മൊത്തത്തിൽ നന്നായിട്ട് മിക്സ് ചെയ്ത് ചിക്കനിലെല്ലാം നന്നായിട്ട് പുരട്ടി ഞാൻ ഇവനെ അങ്ങ് ഫ്രിഡ്ജിലോട്ട് കയറ്റി വെച്ചു. അവിടെ ഇരുന്ന് സെറ്റ് ആവട്ടെ. ഏകദേശം ഒരു 2 മണിക്കൂറെങ്കിലും ഫ്രിഡ്ജ് വെച്ച് കഴിഞ്ഞാൽ വളരെ നല്ലതായിരിക്കും എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. ഇനി ഇവന് കോമ്പിനേഷനായിട്ട് നമുക്ക് എന്തുണ്ടാക്കാം? ചപ്പാത്തി ഒരു പതിവ് പല്ലവി ആയതുകൊണ്ട് അത് ഞാൻ ഉപേക്ഷിച്ചു. നമുക്കൊരു ബട്ടർ നാൻ ഉണ്ടാക്കിയാലോ? പക്ഷേ മൈദ കൊണ്ട് വേണ്ട, പിള്ളേർക്ക് കഴിക്കുന്നതുകൊണ്ട് നമുക്ക് ഗോതമ്പ് വെച്ചൊരു ബട്ടർ നാൻ ഉണ്ടാക്കാം. എല്ലാവരും പൊടി ഇട്ടിട്ടാണ് ഈ വക സാധനങ്ങളെല്ലാം ഇട്ട് കുഴയ്ക്കുന്നതെങ്കിൽ എനിക്ക് അതത്ര ഒരു ശീലമില്ലാത്തതുകൊണ്ട് ഞാൻ എൻ്റെതായ രീതിയിൽ ഞാൻ വെള്ളം ഒഴിച്ച്, വെള്ളത്തിൽ ഉപ്പ്, വേണമെങ്കിൽ മാത്രം ഒരു ശകലം ഈസ്റ്റ്, കുറച്ച് തൈര്, ഇതെല്ലാം ഇട്ട് നമുക്ക് പൊടി കുറേശ്ശെ ഇട്ട് നന്നായിട്ട് കുഴച്ചെടുക്കാം. അത്യാവശ്യം നല്ല സോഫ്റ്റ് ആയിട്ട് വേണം കുഴച്ചെടുക്കാൻ. ഒരുവിധം കുഴച്ച് വരുമ്പോൾ കുറച്ച് ഓയിലൂടെ ഒഴിച്ച് നല്ല രീതിയിൽ കുഴച്ചെടുക്കാം. അപ്പം മാവ് കുറച്ചുകൂടി നന്നായിട്ട് സോഫ്റ്റ് ആവും. ഈ സംഭവം ഞാൻ പണ്ടൊന്ന് പരീക്ഷിച്ചുണ്ടാക്കിയിട്ടുണ്ട്, സക്സസ്സും ആയിട്ടുണ്ട്. പണ്ടൊരു ബട്ടർ ചിക്കൻ ഉണ്ടാക്കിയപ്പം ഉണ്ടാക്കിയിട്ടുള്ളതുകൊണ്ട് ഇതിലെനിക്കൊരു കോൺഫിഡൻസ് ഉണ്ട്. ഓക്കെ, സെറ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഈ മാവും ചിക്കനും എല്ലാം നന്നായിട്ട് റെസ്റ്റ് ആവട്ടെ, ചിക്കനൊക്കെ നന്നായിട്ട് പിടിക്കട്ടെ. ഇനി നമുക്ക് ഇവിടുന്ന് ഒരു കുഞ്ഞിപ്പുഴു നഴ്സറി പോയിട്ടുണ്ട്, പുള്ളിക്കാരിയെ വിളിച്ചുകൊണ്ട് വരാം. അയ്യോ മറന്നു, അതിനു മുമ്പ് നമുക്ക് കുറച്ച് സാധനം മേടിക്കണം. അലങ്കോലപ്പണിക്കായിട്ട് കുറച്ച് ക്യാപ്സിക്കം, പിന്നെ സ്ക്യൂവർ, അങ്ങനെ കുറച്ച് സാധനങ്ങൾ നമ്മുടെ ഇല്ലായിരുന്നു. അങ്ങനെ അല്ലറ ചില്ലറ സാധനവും മേടിച്ച് നെച്ചുവിനെയും കൂട്ടി നമ്മൾ നേരെ തിരിച്ച് വീട്ടിലെത്തി. നെച്ചു ഇന്ന് ഭയങ്കര ഹാപ്പി ആയിരുന്നു, കാരണം നെച്ചുവിൻ്റെ ബെസ്റ്റ് ഫ്രണ്ട് പോളിൻ്റെ ബർത്ത്ഡേ ആയിരുന്നു. അതിൻ്റെ കുറച്ച് റിട്ടേൺ ഗിഫ്റ്റും കാര്യങ്ങളും ഒക്കെ ആയിട്ടാണ് പുള്ളിക്കാരി തിരിച്ചു വന്നേക്കുന്നത്. അങ്ങനെ നെച്ചു പോളിൻ്റെ ബർത്ത്ഡേ പാർട്ടിയെക്കുറിച്ചും നഴ്സറി വിശേഷങ്ങളും നെച്ചുവിൻ്റെ റിട്ടേൺ ഗിഫ്റ്റ് അൺബോക്സിങ്ങും ഇങ്ങനെയുള്ള കാര്യങ്ങൾ കൊണ്ടുവരുമ്പോൾ അളിയൻ കുറച്ച് ജാട ഇടാറുണ്ട്. കാരണം ചീന് കുറച്ച് നെച്ചു എന്തുണ്ട് എങ്ങനെയുണ്ട് എന്നൊക്കെ പറഞ്ഞ് കുറച്ച് ഡീസൻ്റ് ആയിട്ട് നിൽക്കുന്നത് ഇങ്ങനെ എന്തെങ്കിലും കാര്യങ്ങൾ നഴ്സറിയിൽ നിന്ന് കൊണ്ടുവരുന്ന സമയത്തായിരിക്കും. എന്നാലും പാവത്താൻ എല്ലാം കൊടുക്കാറുണ്ട്. ഇതേ ഒരു ജാട ഞാൻ പണ്ട് എൻ്റെ കസിൻ സിസ്റ്ററെ മുഖത്ത് കണ്ടിട്ടുണ്ട്. അംഗൻവാടിയിൽ നമ്മൾ കൊണ്ടുവരുന്ന ഉപ്പുമാവിന് വേണ്ടി ഞാൻ നിൽക്കുമ്പോൾ അവർക്ക് ഇതേ ഒരു ഡിമാൻഡ് ഉണ്ടായിരുന്നു. പിന്നെ അതേ ഡിമാൻഡ് കണ്ടിട്ടുള്ള ഈ മുഖത്താണ്. ഇതൊക്കെയാണ് നെച്ചുവിൻ്റെ ബൂം ചിക്ക വാവ് വാവ് മൊമെന്റ്സ്. അങ്ങനെ കിട്ടിയതൊക്കെ നിരത്തി വെച്ച് അതിനൊരു പങ്ക് ചേച്ചിക്കും കൊടുത്ത് നമ്മുടെ കുട്ടി ഷെയറിങ് ഈസ് കെയറിങ്ങിനെ ഊട്ടി ഉറപ്പിച്ചിരിക്കുന്നു. സമയം 6:30 നമുക്കിനി വിളക്ക് കത്തിക്കണം. വിന്റർ ആയതുകൊണ്ട് തന്നെ 6:30 നല്ല ഇരുട്ടും. കുറച്ചുകൂടെ മുമ്പ് കത്തിക്കണമെന്ന് വിചാരിച്ചെങ്കിലും കുളിയും ജപവും നെച്ചുവിനെ കുളിപ്പിക്കലും എല്ലാം കഴിഞ്ഞപ്പോഴത്തേക്കിനും കുറച്ച് വൈകിപ്പോയി.
നെച്ചുവിന്റെ വീക്കെൻഡ് വൈബ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ടാബി പാട്ട് വെച്ചാണ് ഡാൻസ്. കാരണം റിമോട്ടിന്റെ മെയിൻ ഓക്കെ ബട്ടൺ ഇടിച്ചകത്ത് കയറ്റി. അങ്ങനെ വിളക്കൊക്കെ അണച്ച് ഇനി നമ്മൾ കാത്തിരിക്കുന്ന നമ്മുടെ ടിക്കയും ബട്ടർ നാൻ്റെ ഒക്കെ അവസ്ഥ എന്തായെന്ന് നോക്കാം. മാവ് നന്നായിട്ട് സെറ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് കുറച്ച് ബെൽ പെപ്പറും ഒണിയനും ഒക്കെ എടുത്ത് ക്യൂബ്സ് ആയിട്ട് കട്ട് ചെയ്ത് അതിനകത്ത് ഒരു ശകലം ഉപ്പിട്ട് പുരട്ടി വെക്കാം. അതെന്തിനാന്ന് വെച്ചാൽ ഇതിങ്ങനെ കുത്തി കഴിയുമ്പം ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് വെക്കാൻ വേണ്ടിയിട്ടാണ്. ഇടയ്ക്ക് ഞാൻ പറയാൻ വിട്ടുപോയായിരുന്നു, ഞാൻ ഈ ചിക്കൻ മാഗ്നേറ്റ് ചെയ്ത് വെച്ചപ്പോൾ അതിൻ്റെ കൂടെ കുറച്ച് പനീർ കൂടി ഇട്ടിട്ടുണ്ടായിരുന്നു. അങ്ങനെ ക്യാപ്സിക്കം, അതിന് മുകളിൽ ചിക്കന്, അതിന് മുകളിൽ പനീർ, അതിന് മുകളിൽ ഒണിയൻ, അങ്ങനെ ഒരു രീതിയിലായിരുന്നു അടുക്കി വെച്ചിട്ടുണ്ടായിരുന്നു. ഇനി എയർ ഫ്രൈ ചെയ്തെടുക്കാമെന്നാണ് വിചാരിക്കുന്നത്. അപ്പം എയർ ഫ്രയർ നമുക്ക് സെറ്റ് ചെയ്ത് വെക്കാം. ഇങ്ങനെ ഒരു അലൂമിനിയം ഫോയിൽ ഇടുമ്പോൾ അടിയിൽ നമുക്ക് ഇതിൻ്റെ ഒന്നും വേസ്റ്റ് ഒന്നും വീഴാതെ നമുക്ക് പിന്നെ അത് കുറച്ചുകൂടെ ക്ലീൻ ചെയ്യാൻ കുറച്ചുകൂടെ എളുപ്പമായിരിക്കും. എൻ്റെ എയർ ഫ്രയർ അത്ര വലുതല്ലാത്തതുകൊണ്ട് ഇത് വെക്കാൻ ഇമ്മിണി ബുദ്ധിമുട്ടി എങ്കിലും അഡ്ജസ്റ്റ് ചെയ്തു. കുറച്ച് ഓയിലൂടെ ഞാൻ സ്പ്രേ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ചിക്കൻ വെക്കാനുള്ള ഒരു ടെമ്പറേച്ചർ അതിനകത്ത് പറഞ്ഞിട്ടുണ്ട്. ആ രീതിയിൽ ടൈം സെറ്റ് ചെയ്ത് ടെമ്പറേച്ചർ സെറ്റ് ചെയ്ത് വെക്കാം. ഇനി അടുത്ത ബട്ടർ നാൻ ഇങ്ങനെ നന്നായിട്ട് തിന്നായിട്ട് പരത്തി എടുത്തിട്ട് ആദ്യം ഞാൻ ചപ്പാത്തി ചുടുന്ന പോലെ ചൂടും. അത് കഴിഞ്ഞിട്ട് നമ്മൾ ഈ ഡയറക്റ്റ് തീയിലിട്ട് പൊള്ളിച്ചാണ് എടുക്കുന്നത്. എനിക്കതാണ് കുറച്ചുകൂടി എളുപ്പമായിട്ട് തോന്നിയത്. അതിലേക്ക് ഞാൻ പുരട്ടി കൊടുത്തത് ബട്ടറിൽ എള്ളും ചെറുതായിട്ട് അരിഞ്ഞ വെളുത്തുള്ളിയും ബട്ടറിനകത്ത് മിക്സ് ചെയ്ത ഒരു പേസ്റ്റാണ്. അങ്ങനെ നമ്മുടെ ബട്ടർ നാനും ചിക്കനും എല്ലാം സെറ്റായി. അതിൻ്റെ കൂടെ ഒരു ഡിപ്പ് ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അതിൻ്റെ വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് വിട്ടുപോയിട്ടുണ്ടായിരുന്നു. അതൊരു യോഗർട്ട് ഡിപ്പാണ്. പുതിനയില, യോഗർട്ട്, ഉപ്പ്, നാരങ്ങ നീര്, പിന്നെ കുറച്ച് ചെറിയ ജീരകം, എരിവിനനുസരിച്ചുള്ള പച്ചമുളക്, ഇതെല്ലാം കൂടി ഇട്ട് നന്നായിട്ട് അരച്ചെടുത്തതാണ് സംഭവം. ഇഷ്ടായോ? നെച്ചമ്മയ്ക്ക് ചിക്കൻ ഭയങ്കര ഇഷ്ടമാണ്. അവൾക്ക് ഇങ്ങനെ എന്തെങ്കിലും വെറൈറ്റി ആയിട്ടൊക്കെ ചിക്കനെ ആക്കി കൊടുക്കുന്നത് ഭയങ്കര ഇഷ്ടമുള്ള കാര്യമാണ്. ചീനുവിന് നല്ല ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു. ശ്രീയാന്തിന് നന്നായിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു. വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ പുള്ളിക്കാരൻ ഷർട്ട് ഇട്ടിട്ടില്ലായിരുന്നു എന്ന് പറഞ്ഞിട്ട് വീഡിയോ പോസ്റ്റ് ചെയ്യലെന്ന് പറഞ്ഞിട്ടുണ്ട്. ഇവിടെ എല്ലാവർക്കും ഒരുപോലൊരു സാധനം ഇഷ്ടപ്പെടുന്നത് ഭയങ്കര റെയർലി നടക്കുന്ന ഒരു കാര്യമാണ്. കാരണം 4 പേർക്ക് 4 ടേസ്റ്റാണ്. അങ്ങനെ സിനിമയും കണ്ട് ഞാനും എൻ്റെ നാനും ചിക്കനും ഒക്കെ എടുത്ത് ആസ്വദിച്ച് കഴിച്ചു. എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. ആ ഒരു ഒതന്റിക് ടേസ്റ്റ് അതുപോലെ തന്നെ ഉണ്ടായിരുന്നു. ആകെ ഒരു സജഷൻ എനിക്ക് തോന്നിയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഇടയ്ക്ക് വെച്ച പനീർ വെക്കേണ്ടിയിരുന്നില്ല എന്ന് എനിക്ക് തോന്നി. ചിലത് കരിഞ്ഞുപോയി, ചിലത് ഓക്കെ ആയിരുന്നു. ഇനി നമ്മൾ ചിക്കൻ വെക്കുന്ന അതേ ഒരു ടെമ്പറേച്ചറിലാണല്ലോ ഇത് വെച്ചത്. അപ്പം അതിൻ്റെ ആണോ എന്നറിയില്ല. എനിവേ, അടുത്ത തവണ ഞാൻ പനീറിനെ ഒഴിവാക്കും. പനീർ എനിക്ക് ബട്ടർ മസാലയായിട്ട് മതി. ഒരു വശത്ത് തീറ്റി നല്ലതായിട്ട് നടക്കുന്നുണ്ടെങ്കിൽ ഞാൻ സിനിമയെ ശ്രദ്ധിച്ചിരുന്നു. കാരണം ഇത് അത്യാവശ്യം നല്ല പേടിക്കുന്ന സിനിമയാണെന്ന് പറഞ്ഞതുകൊണ്ട് തന്നെ എനിക്ക് നല്ല രീതിയിൽ പേടിക്കണമെന്നുണ്ടായിരുന്നു. കുറച്ചായി ഒന്ന് പേടിച്ചിട്ട്.